നമസ്കാരം, നൗഷറാണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊട്ടുകാട് തൊഴിലാളി ജംഗ്ഷനിലാണ്. ഇവിടെ വന്ന കാര്യം എന്താണെന്നറിയോ? ഒരു കൊച്ചു മിടുക്കനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഈ മിടുക്കൻ്റെ കഴിവ് എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, അതിൻ്റെ തലസ്ഥാനങ്ങൾ, കൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ, അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ ജില്ലകൾ സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞിട്ട് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ കുറേ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ നേടിയ ഒരു കൊച്ചു മിടുക്കനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളത്. നമുക്ക് സമയം കളയേണ്ട, നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുഹമ്മദ് മെഹ്താഫ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, അതിൻ്റെ തലസ്ഥാനങ്ങൾ, കൂടാതെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പിന്നെ നമ്മുടെ കേരളത്തിലെ ജില്ലകൾ, ഇതെല്ലാം 54 സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞിട്ടാണ് ഈ റെക്കോർഡും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് മെഹ്താഫിൻ്റെ അമ്മയുടെ പേരെന്താ? സുമീഷ. മുജീബ്. അപ്പോൾ താണ്ടെ മുജീബും സുമീഷയും നമ്മുടെ കൂടെ ഉണ്ട്. എത്ര വയസ്സ് മുതൽ മോൻ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്? ഇയാള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോന്ന് തിരിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ആണല്ലേ? അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇതില്ലാത്തത് കൊണ്ട് ഇതിന് അപ്ലൈ ചെയ്യാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പം കിട്ടി. ഏതൊക്കെ റെക്കോർഡ്സാണ് മോന് കിട്ടിയിരിക്കുന്നത്? ഇപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കലാംസ് വേൾഡ് റെക്കോർഡും. അപ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ, ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പോൾ ഒന്ന് ചോദിച്ചോ. 28 states and capitals are ആന്ധ്രാപ്രദേശ്, അമരാവതി, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ്, ആസാം, ദിസ്പൂർ, പിയ, പാന, സഫേയ, കേപ്പ്, ഗോവ, പനാജി, ഗുജറാത്ത്, ചണ്ഡീഗഡ്, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ, ജാർഖണ്ഡ്, റാഞ്ചി, കർണാടക, ബാംഗ്ലൂർ, കേരള, തിരുവനന്തപുരം, മധ്യപ്രദേശ്, ഭോപ്പാൽ, മഹാരാഷ്ട്ര, മുംബൈ, മണിപ്പൂർ, ഇംഫാൽ, മേഘാലയ, ഷില്ലോങ്, മിസോറാം, ഐസർ, നാഗാലാൻഡ്, കൊഹിമ, ഒഡീസ, മുനിസ, പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, ഡാൻഡോ, തമിഴ്നാട്, ചെന്നൈ, തെലങ്കാന, ഉദാല, തീരത്തല, ഉത്തർപ്രദേശ്, ഡൽഹി, ബസ്സിൽ കൊൽക്കത്ത. കൊള്ളാലോ. വേറെന്തോ പറയുന്നത്? ജവഹർലാൽ ഉസ്മാൻ, ലാൽബഹാദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, സൈനിക രാജീവ് ഗാന്ധി, ഉസ്മാൻ പ്രതാപ്, ചന്ദ്രശേഖർ, വികാരി വാസുദേവ് ഗൗഡ, കുമാർ ഗുപ്ത, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി. അപ്പോൾ കേട്ടല്ലോ. ഇനിയും ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഈ സംഭരിപ്പാട് പട്ടം നടപ്പിൽ ആ ശങ്കർ, ചിന്നമേനോൻ, കെ കരുണാകരൻ, എ കെ ആന്റണി, പി കെ നായർ, ഉമ്മൻചാണ്ടി, വി സരസ്വതി, പിണറായി വിജയൻ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞോ? districts in Kerala. അപ്പോൾ ഡിസ്ട്രിക്ട് കൂടെ പറയാം. തിരുവനന്തപുരം, കല്ലാർപ്പ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇതെല്ലാം കേട്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമുക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി സ്ലോവിലാണ് പറഞ്ഞ കേട്ടോ. പക്ഷേ ഇതെല്ലാം 54 സെക്കൻഡ് കൊണ്ടല്ലേ? 56 സെക്കൻഡ് കൊണ്ട് പറഞ്ഞിട്ടാണ് നമ്മുടെ മെഹ്താഫ് ഈ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല. സ്പീഡിൽ പറയാൻ പറ്റുമോ നമുക്ക് വേണ്ടി? സ്പീഡിൽ പറയാൻ പറ്റുമോ? എന്നാ ഒന്ന് സ്പീഡ് പറഞ്ഞേ, ഒന്ന് സ്പീഡ് പറഞ്ഞു. ഇതെല്ലാം ആസാം, തൃശ്ശൂർ, പിയർ, പന, ഗോവ, ജില്ല, രാജി, കർണാടക, ബാംഗ്ലൂർ, കേരള, തിരുവനന്തപുരം, മഹാരാഷ്ട്ര, മുംബൈ, മണിപ്പൂർ, മേഘാലയ, ജില്ല, നാഗാലാൻഡ്, കൊഹിമ, ഒഡീസ, മുനിസ, പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, തെലങ്കാന, തീരത്തല, ഉത്തർപ്രദേശ്, കൊൽക്കത്ത. ഗ്രാൻഡ് മാസ്റ്ററിന്നും അവനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അവരുടെ കൺഫർമേഷൻ മെസ്സേജ് വന്നായിരുന്നു. ആണല്ലേ? ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ കൺഫർമേഷൻ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞില്ലേ? അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ നിർത്താൻ പോകുന്നില്ലല്ലേ മെഹ്താഫെ? ഇനിയിപ്പോ പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മുന്നേറാൻ പോവുകയാണോ? കിട്ടിയില്ലയോ? ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരാവലി, അതായത് കൊട്ടുകാട് തൊഴിലാളിമുക്ക് പൗരാവലിയിലെ അവരുടെ ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ നമ്മുടെ മെഹ്താഫിന് കൊടുക്കുന്നുണ്ടായിരുന്നു. സുജിത്ത് വിജയൻപിള്ള സാറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മെഹ്താഫിന് ഇവിടെ സമ്മാനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ കൺഗ്രാജുലേഷൻ പറഞ്ഞോ? കൺഗ്രാജുലേഷൻ പറഞ്ഞില്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മകൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ നിങ്ങൾ. ഇന്ന് ഇവിടെ നടന്ന പ്രോഗ്രാമിൽ നമ്മുടെ മെഹ്താഫിന്റെ എന്തോ മേടിക്കാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു കുഞ്ഞിന്. ഇപ്പം 6 months ആയി. കാത് കുത്തുമ്പോ കമ്മല് മേടിക്കണം. ഈ കാത് കുത്തുമ്പോഴത്തേക്ക് കമ്മലൊക്കെ മേടിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഒരു കുടുക്കിക്കകത്തുള്ള കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ ഈ ഒരു വയനാട്ടിൽ നമുക്ക് അറിയാം. വയനാട് ദുരന്തത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ മെഹ്താഫ് ഇപ്പോൾ അത് ഈ ഒരു പൗരാവലിയുടെ അവിടെ സംഭാവന നൽകിക്കൊണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു മനസ്സിലേക്കാണ് നമ്മൾ കാണേണ്ടത്. എന്താണ് ഈ ഒരു മോനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ
ആ മോൻ്റെ എഫോർട്ട് എന്ന് പറയുന്നത് ചെറിയ എഫോർട്ടല്ല. അല്ല. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവ് അത്രത്തോളം എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ ഈ മോനെ ഈ പാകത്തിൽ ആക്കിയെടുക്കാൻ കഴിയൂ. മാത്രമല്ല വേൾഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിഭാ പട്ടം, എന്താ പറയാ, ഗ്രാൻഡ് മാസ്റ്റർ എന്ന ഒരു പദവിയിലേക്ക് ആ കുഞ്ഞിനെ ക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ഷണിച്ചു കഴിഞ്ഞു, ഓൾറെഡി ക്ഷണിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാടിൻ്റെ അഭിമാനം തന്നെയാണ്. കാരണം ഒരു നാട് ഈ മോനെ ആദരിക്കാൻ കഴിയുന്നത് ഏത് തലം വരെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഉന്നതമായ തലത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ സംഘടനകളും എല്ലാ പൊതു വിഭാഗങ്ങളിൽപ്പെട്ട ജനവിഭാഗങ്ങളും പങ്കെടുത്തുകൊണ്ട് ഈ കുഞ്ഞിനെ ആദരിച്ചപ്പോൾ. നമ്മുടെ പൗരാവലിയുടെ സെക്രട്ടറിയാണ്, പേരെങ്ങനെ? സബീർ അല്ലേ? അപ്പം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കറിയാം കേട്ടോ. പൗരാവലി ഒരുപാട് നമ്മൾ അറിയുന്നുണ്ട്. ഈ അടുത്തായിട്ട് നടന്ന ഒരു കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് ഇവിടെ സാധുക്കളാണ് ആൾക്കാർക്ക് വേണ്ടി അല്ലേ? അപ്പം എത്ര നമ്മൾ പ്രശംസിച്ചാലും മതിയാകത്തില്ല. ഇനി എന്തായാലും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ കേട്ടോ.